ലാവ്ലിൻ കേസിൽ ഉമ്മൻചാണ്ടി പിണറായി വിജയനെ കുരുക്കാൻ രാഷ്ട്രീയമായ ചില കളികൾ കളിച്ചു എന്നതാണല്ലോ സഖാക്കളുടെ മതം. എന്നാൽ കോൺഗ്രസ്സുകാർ ഒന്നും അത് അംഗീകരിക്കുന്നില്ല. ബി.ജെ.പിക്കാരുടെ നിലപാട് എന്താണ്? പിണറായിയെ കുരുക്കാൻ കിട്ടിയ തക്കമല്ലേ, കുമ്മേട്ടനൊക്കെ കയറ്റി അടിക്കുമെന്നാണ് സംഘികൾ കരുതിയിരുന്നത്. എന്നാൽ വിചിത്രമായ കാര്യം, കുമ്മനവും പറയുന്നു ലാവ്ലിൻ കേസിൽ ഉമ്മൻചാണ്ടിയുടെ രാഷ്ട്രീയ കളി ഉണ്ടായി എന്ന്. പിണറായി ഇതെല്ലാം കേട്ട് തരിച്ചിരുന്നു പോയി. ലാവ്ലിൻ അഴിമതിയിൽ വാസ്തവത്തിൽ എന്തുണ്ടായി എന്ന് ജനങ്ങൾക്കറിയണം. എന്തുകൊണ്ടാണ് 2 വർഷത്തിന് ശേഷം ഇപ്പോൾ കേരള സർക്കാർ ഒരു ഹർജിയുമായി സമീപിച്ചിരിക്കുന്നത്? എന്തിനാണ് ഒരു പുനർഹർജിയുമായി എന്തിന് സമീപിച്ചു? ഇപ്പോൾ എന്തുകൊണ്ട് സമീപിച്ചു? എൻ്റെ ബലമായ വിശ്വാസം, അങ്ങനെ കേരള സർക്കാരിൽ ഇത്തരത്തിൽ ഒരു കേസുമായി മുന്നോട്ടേക്ക് പോകുവാൻ സമ്മർദ്ദം ചെലുത്തിയിട്ടുള്ളത് CPM-ൻ്റെ ഭാഗത്തു നിന്ന് തന്നെയാണ്. CPM-ലെ ചില നേതാക്കന്മാർ അതിൻ്റെ പിന്നിലുണ്ട്. ആ CPM-ൻ്റെ നേതാക്കന്മാർ എന്തുകൊണ്ട് ലാവ്ലിൻ കേസ് ഇപ്പോൾ കുത്തിപ്പൊക്കാൻ വേണ്ടി രംഗത്ത് വന്നു? വിശദാംശങ്ങൾ പിന്നീട് വെളിപ്പെടുത്താം. ഇപ്പോൾ ലാവ്ലിൻ കേസ് ഈ തരത്തിൽ കൊണ്ടുവന്നതിൽ ചിലർക്കൊക്കെ പങ്കുണ്ട്. അത് ഉമ്മൻചാണ്ടിയും ഒക്കെ കൂടി ഒന്ന് വരുത്തി തീർക്കാൻ, ഇത്തരത്തിൽ ചില അന്വേഷണങ്ങളൊക്കെ ഉണ്ട് എന്ന് വരുത്തി തീർക്കാൻ ഉമ്മൻചാണ്ടി ശ്രമിക്കുകയാണ്. ഇതിൻ്റെ അകത്തൊക്കെ ചില അടിയൊഴുക്കുകളുണ്ട്, കള്ളക്കളികൾ നടക്കുന്നുണ്ട്. അഴിമതിയെ അഴിമതിയായിട്ട് കാണുന്നില്ല, അക്രമരാഷ്ട്രീയത്തെ അക്രമരാഷ്ട്രീയമായി കാണുന്നില്ല, അതിനൊക്കെ ഒരു ക്രിമിനൽ കുറ്റമായിട്ട് കാണുന്നില്ല. അതിലൊക്കെ രാഷ്ട്രീയവൽക്കരിക്കുകയാണ്. ലാവ്ലിൻ കേസിനെ രാഷ്ട്രീയവൽക്കരിക്കുകയാണ്. കേരള രാഷ്ട്രീയം കണ്ടുകൊണ്ടിരിക്കുന്ന അപമാനകരമായ, പരിഹാസ്യമായ ഒരു ചിത്രമാണ്. ഇതിന് മാറ്റം വരണം. മാറ്റം വന്നേ മതിയാവും. എന്റെ പെറ്റ തള്ള പോലെ എന്നെ ഇങ്ങനെ സ്നേഹിച്ചിട്ടില്ല. സന്തോഷായി എനിക്ക്. പാവാവൻ ഒരു സാധു. എന്തു കണ്ടിട്ടാണ് കുമ്മനം ഈ ലാവ്ലിൻ പ്രേമം കാണിക്കുന്നത് എന്ന് സംഘികളിൽ ആരെങ്കിലും ചോദിച്ചാൽ കുറ്റം പറയാൻ കഴിയില്ല. കണ്ണൂർ വഴി വിമോചനയാത്ര പോയതല്ലേ പിണറായിയുടെ നാട്ടിലൂടെ, ആ സ്നേഹം ഒന്ന് പ്രകടിപ്പിച്ചോട്ടെ എന്ന് കരുതിയാകും. ലാവ്ലിൻ ഉമ്മൻചാണ്ടിയുടെ ഗൂഢാലോചനയാണെങ്കിൽ ജയരാജൻ BJPയുടെ ഗൂഢാലോചനയായിരിക്കുമല്ലോ. ഇന്നത്തെ ഡെമോക്രസി പൂർത്തിയാകുന്നു. നാളെ വീണ്ടും കാണും വരെ നന്ദി, നമസ്കാരം.